സത്യത്തിൽ നമുക്ക് നമ്മളമ്മമാരെ മനസ്സിലാവാത്തതുകൊണ്ടാണ്. ആരും നമ്മളെ വിളിച്ച് അന്വേഷിക്കാൻ വിട്ടുപോയാലും നമ്മളമ്മ നമ്മളെ അന്വേഷിച്ച് വെക്കാൻ വിട്ടുപോകില്ല. അതെങ്ങനെയാണ്? ഈ ഭക്ഷണം കഴിച്ചോ, എപ്പോഴാണ് എത്തുക, എവിടെ ഉള്ളത്, അവിടെ ഓക്കെ ആണോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ള നമ്മൾ അപ്ഡേഷൻസ് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേ നിൽക്കണം. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ബേജാറായിരിക്കും നമ്മളമ്മമാർക്കൊക്കെ. കാരണം നമ്മളിങ്ങനെ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഇത്ര ഒരു പവറുള്ള ഒരു വ്യക്തി വേറെ ഒരാളുണ്ടാവില്ല. അതിപ്പോൾ സുഹൃത്തായാലും മറ്റെന്തായാലും ഉമ്മാനെ പകരം വെക്കാൻ വേറെ ആരുമില്ല. കാരണം അതങ്ങനെയാണ്. ആ ഒരു പ്രസൻസ് പല സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. പലപ്പോഴും നമ്മൾ ആ ഒരു ഉമ്മാൻ്റെ കോളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യും. അമ്മച്ചിയല്ലേ പിന്നെ വിളിക്കുക, അല്ലെങ്കിൽ വിളിക്കുന്ന സമയത്ത് വലിയൊരു മൈൻഡൊന്നും കൊടുക്കൂല നമ്മൾ. കാരണം എന്താ, നമ്മൾ എപ്പോഴും വിളിക്കുന്നുണ്ട്. അവൈലബിലിറ്റി കൂടുതലാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിനോടുള്ള വാല്യൂ കുറയല്ലോ. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. കാരണം അതിൻ്റെ ഒരു പ്രസൻസ് നമ്മളടുത്ത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. എന്തായാലും നമ്മളെ രക്ഷിതാക്കളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്ക് നമ്മൾ പഠിച്ചവൻ തെരുമാറട്ടെ. നമ്മൾ രക്ഷിതാക്കളെ പഠിച്ചവൻ സ്വർഗത്തിലാക്കട്ടെ.